സ്റ്റൈലും ലേണിംഗ് ശ്വേതാവസാണ്. അപ്പൊ നമ്മള് ഫൺ വിത്ത് ഷേപ്സ് അഥവാ വരമേളം എന്ന് പറഞ്ഞ ഒരു അടിപൊളി ചാപ്റ്റർ ആണല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? വൃത്തം എന്താണ്, ത്രികോണം എന്താണ്, ചതുരം എന്താണ്, സർക്കിൾ എന്താണ്, റെക്ടാങ്കിൾ എന്താണ്, ട്രയാങ്കിൾ എന്താണ് എന്നൊക്കെ മക്കൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ചെറിയ ചോദ്യം ചെയ്ത് നോക്കാം അല്ലെ. യെസ് ഡിയേഴ്സ്, നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ചിത്രമില്ലേ, ഇതെന്താണ്? ത്രികോണം, ചതുരം, വട്ടം, വൃത്തം അല്ലെ, ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു കാറിന്റെ രൂപമാണ്. അപ്പൊ ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? എത്ര ത്രികോണങ്ങൾ അഥവാ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്ന് നമ്മൾ എണ്ണീറ്റ് ഇവിടെ നമ്മൾ എഴുതണം. അതുപോലെ എത്ര ചതുരങ്ങളാണുള്ളത് എന്ന് എണ്ണീറ്റ്, എത്ര റെക്ടാങ്കിൾസ് ആണുള്ളത് എന്ന് നമ്മൾ എണ്ണീറ്റ് അത് നമ്മൾ ഇവിടെ എഴുതണം. പിന്നെ എത്ര സർക്കിൾസ് അഥവാ എത്ര വൃത്തങ്ങളാണുള്ളത് എന്ന് എണ്ണീറ്റ് നമ്മൾ ഇവിടെ എഴുതണം. ഇതാണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ തുടങ്ങിയാലോ അല്ലെ. ഇതാണ് നമ്മളുടെ വാഹനം. ഇതില് എത്ര ത്രികോണങ്ങൾ അഥവാ എത്ര ട്രയാങ്കിൾസ് ഉണ്ടടാ? യെസ്, 1 2 രണ്ടെണ്ണമാണല്ലേ, രണ്ടെണ്ണമാണ്, 2 ത്രികോണങ്ങളാണുള്ളത്. അപ്പൊ മിസ് ഇതാ ഇവിടെ താഴെ 2 എന്ന് എഴുതി വെച്ചു കേട്ടോ. രണ്ടെണ്ണമാണുള്ളത്, അതുകൊണ്ട് മിസ് 2 എന്ന് എഴുതി വെച്ചു. ഇനി അടുത്തത് റെക്ടാങ്കിൾസ് അഥവാ ചതുരങ്ങൾ എത്രയുണ്ട് എന്നാണല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതിൽ സൂക്ഷിച്ചു നോക്കിക്കേടാ. ഇത് 1, ഇത് 2, ഇത് 3 അല്ലേ. യെസ്, അപ്പൊ എത്രയാണ്? 1 2 3 3 റെക്ടാങ്കിൾസ് അഥവാ 3 ചതുരങ്ങളാണുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ 3 എന്ന് എഴുതി വെക്കാം, 3 എന്ന് എഴുതി വെക്കാം. ഇനി അടുത്തതോടാ വട്ടങ്ങൾ അല്ലേ. വട്ടങ്ങൾ അഥവാ സർക്കിൾസ് എത്രയാണ്, വൃത്തം എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. യെസ്, ഇത് ഒരു വൃത്തമാണ്, ഇതൊരു വൃത്തമാണ്. അപ്പൊ ആകെ എത്ര ഉണ്ടടാ? 2 അല്ലേ. 1 2 1 2 2 വൃത്തങ്ങൾ അഥവാ 2 വട്ടങ്ങളാണുള്ളത്. അതിനെ നമ്മൾ 2 എന്ന് എഴുതി വെച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ മക്കളെ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.